ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ സീസൺ 7 ഏഴിൻ്റെ പണി എന്നെപ്പോഴും ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ പറയാറുണ്ട്. ആ ഏഴിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ആ ഏഴിൻ്റെ പണിയാണ്, ആ സാധനത്തിൻ്റെ പേരാണ് അനീഷ്. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് സത്യം പറഞ്ഞാൽ അവരെ സമ്മതിച്ചേ പറ്റൂ കേട്ടാ, ഉള്ള കാര്യം പറയാമല്ലോ. ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നത്. ഇപ്പോൾ ഒരു വലിയ അടിയൊന്നും ഒരു വിധം ഒതുങ്ങിയതേ ഉള്ളൂ. ബാത്റൂം ഇഷ്യൂ ആണ്. ബോയ്സ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് യൂറിൻ പാസ് ചെയ്തിട്ട് പോകുമ്പോൾ അത് പുറത്തൊക്കെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം. ഗേൾസ് തലമുടി ചുരുട്ടി ബാത്റൂമിൽ തന്നെ ഇടുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. പിന്നെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചതിന് ശേഷം എടുത്തു മാറ്റാതിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ബാത്റൂമാണ് ഇന്നത്തെ കേസ്. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് വിളിച്ച അനുമോള്, നമ്മുടെ ശാരിക, അപ്പാനി, അങ്ങനെ ഇവരെല്ലാവരുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ക്യാപ്റ്റൻ വരുന്നു. ക്യാപ്റ്റൻ വന്നിട്ട് ഇയാളുടെ ഒരു രീതി അറിയാമല്ലോ, ഒരു വാചകം തന്നെ ആവർത്തിച്ച് പറയുക, ഇറിറ്റേറ്റിംഗ് ആയിട്ട് സംസാരിക്കുക. അതൊരു ആളുടെ ഒരു ഗെയിം പ്ലാൻ ആണ്. അത് തന്നെയാണ് ഏഴിൻ്റെ പണിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെന്ന് പറയുന്ന പണിയെ അതിജീവിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ആദ്യത്തെ കടമ്പയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ്. അങ്ങനെ അത് പറഞ്ഞ് അപ്പോൾ ടോപ്പിക്ക് വേറൊരു വിഷയത്തിലേക്കും പോകുന്നുണ്ട്. ഈ ബാത്റൂമിൽ ഇതുപോലെ ലേഡീസ് ഉപയോഗിച്ചിട്ട് ചുരുട്ടിക്കൂട്ടിയിടുന്ന മുടിയും അല്ലാതെ അവിടെ കിടക്കുന്ന എല്ലാം കൂടെയൊക്കെ വാരിയെടുത്ത് കിച്ചൻ്റെ അടുത്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടിരുന്നു. ആര്യനും ക്ലീനിങ് വർക്കിൽ നിന്നിരുന്ന, ബാത്റൂം ക്ലീനിങ്ങിൽ നിന്നിരുന്ന എല്ലാവരും കൂടി. അവർക്ക് വേറെ വേസ്റ്റ് ബിൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ കാര്യം കഷ്ടകാലത്തിന് സരിക ക്യാപ്റ്റനോട് പറഞ്ഞു. അപ്പോൾ മുൻഷി വന്നിട്ട് പറഞ്ഞു, സാരമില്ല, അവർക്ക് വേറെ ഇടാൻ സ്ഥലമില്ലല്ലോ, നമുക്ക് പരാതിയൊന്നുമില്ല, ഇനി മുതൽ ഇത് അവരിടുന്ന സമയത്ത് ഒരു കവറിലോ മറ്റോ കെട്ടിയിട്ടോട്ടെ, കുഴപ്പമില്ല, വേറെ വേസ്റ്റ് ബിൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അവിടെ സോൾവ് ചെയ്തു. ഇന്ന് ഈ ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ അപ്പാനിയുടെ അടുത്തും ആര്യൻ്റെ അടുത്തും ഒക്കെ വന്നിട്ട് അനീഷ് ആ കാര്യം പറയാണ്. നീയൊക്കെ ഇത്രയും വലിയ ഡയലോഗ് ഓടിക്കുന്നു, സ്ത്രീകളുടെ മുടിയായാൽ അവിടെ വീഴും, സ്ത്രീകളുടെ മുടിയായാൽ വീഴും, അത് പിന്നെ വേസ്റ്റ് ബിന്ന് അവിടെ ഇടാതെ നിങ്ങൾ എന്തിനാണ് കിച്ചൻ്റെ അവിടെ കൊണ്ടിട്ടത്, എന്തിനാടാ ചെയ്തത്, നിങ്ങൾക്ക് വൃത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ, നിനക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ആ രീതിയിൽ അനീഷ് സംസാരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് അത് പ്രശ്നമില്ല. മുൻഷി തന്നെ പറയുന്നുണ്ട് അത് പ്രശ്നമില്ല, വേറെ വേസ്റ്റ് ബിൻ ഇല്ലല്ലോ. അപ്പോൾ ഈ കാര്യം ആര്യനും അപ്പാനിയും അനീഷിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അനീഷ് പറയുന്നത് അവിടെ വേസ്റ്റ് ബിൻ ഇല്ലെങ്കിൽ എന്നോട് പറയണം. ആക്ച്വലി ഈ കാര്യം ഇന്നലെ അനീഷ് അറിഞ്ഞതാണ്. അപ്പോൾ അനീഷ് അത് അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയാണെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അനീഷിന് അത് ഇന്നലെ തന്നെ കണ്ടെത്താം. അനീഷ് ആക്ച്വലി ഇന്നലെ അത് കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല, ഇന്നലെ കിച്ചൺ ടീം പറഞ്ഞ സൊല്യൂഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ പിന്നെ വേറെ വേസ്റ്റ് ബിന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ കണ്ടറിഞ്ഞ് ചെയ്യുക കൂടി വേണമല്ലോ, അതാണല്ലോ ക്യാപ്റ്റൻ. മറ്റുള്ളവരെക്കാൾ എപ്പോഴും കുറച്ചും കൂടെ മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കും ക്യാപ്റ്റൻ്റെ അടുത്ത് നിന്നുണ്ടാവുന്നത്. അല്ലാതെ എല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ കുണുവാവയല്ലല്ലോ. അപ്പോൾ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി എപ്പോഴും കാണിക്കേണ്ടതാണ്. അനീഷിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആൾ നല്ലൊരു ക്യാപ്റ്റനെ അല്ല, നല്ലൊരു ലിസണർ അല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളല്ല. വെറുതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ഏഴാമത്തെ പണി, ആ പണി മാത്രമാണ് അനീഷ്. എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ജോലി മാത്രമാണ് അയാൾ ചെയ്യുന്നത്. ബിഗ് ബോസിനകത്ത് അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റിന് ഒരുപാട് ദിവസം സർവൈവ് ചെയ്യാനൊന്നും പറ്റില്ല. കാണുമ്പോൾ അയാൾ ഒരു ബി മെറ്റീരിയൽ ആണ്, ബി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നൊക്കെ പറയാമെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ബിഗ് ബോസിനകത്ത് റിലേഷൻസും ബിൽഡ് ചെയ്യേണ്ടി വരും, മറ്റുള്ളവരുമായിട്ട് സഹകരിക്കേണ്ടി വരും. ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം എന്നല്ലേ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുപാടോ അനീഷിനെ പോലെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അയാളോട് സഹകരിക്കാൻ പറ്റുമോ? നമ്മൾ അയാളുമായിട്ട് എന്നും അടിയായിരിക്കും, അയാളോട്ട് ഒരിക്കലും നമുക്ക് യോജിച്ച് പോകാനും പറ്റില്ല. അയാൾ നമുക്കൊരു പൊതു ശല്യമായിരിക്കും അല്ലേ. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഒരു പൊതു ശല്യമാണ് അനീഷ്. കാരണം ഒന്നും വെടിപ്പായിട്ട് ചെയ്യുന്നില്ല, എല്ലായിടത്തും കയറി അലമ്പുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാപ്റ്റൻ എല്ലാ കാര്യങ്ങളെയും അച്ചടക്കത്തോടെ കൊണ്ടുപോകേണ്ട ഒരാളാണ്. ഇതുവരെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അനീഷ് ഒരു മീറ്റിംഗ് പോലും വിളിച്ചിട്ടില്ല. അനീഷ് ഒരു തരത്തിൽ, അനീഷിനെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം അനീഷ് ആരെയും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, ആർക്കും ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അനീഷ് എന്നോട് പറയണം, എന്നോട് എന്താണ് പറയാത്തത്, എന്നോട് പറഞ്ഞാലേ പറ്റൂ എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. പക്ഷെ അനീഷിനോട് പറയാനായിട്ട് ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അക്ഷരം മിണ്ടാതെ അളങ്ങ് നടന്നു പോകും. ഇയാളെ പുറകെ നടക്കണോ മറ്റുള്ളവർ? എല്ലാവർക്കും സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ബിഗ് ബോസിനകത്ത് അനീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഒരു പൊതു ശല്യമാണ് എന്നതിനപ്പുറം അയാൾ ഒരു ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്ററേ അല്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമുക്ക് പറയാൻ പറ്റുക. കാരണം ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ അയാൾ പരാജയമാണ്. അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വീട്ടിനകത്ത് ആകെ മൊത്തം ബഹളമാകുന്നുണ്ട്. ഇയാൾ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തർക്കമായിക്കോട്ടെ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിക്കോട്ടെ, ഒരു ടാസ്ക് ആയിക്കോട്ടെ, അത് അലമ്പാകുന്നു എന്നതിനപ്പുറം ഇയാൾ അവിടെ വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. എല്ലാത്തിനെയും അലമ്പാക്കി വിടുക, തേരാപ്പാര നടന്ന് ആലോചിച്ച് ഓരോ ഡയലോഗുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതിനപ്പുറം അനീഷ് പൂർണ്ണമായും ഒരു പരാജയമാണ്. അനീഷ് ഇതൊരു വലിയ ഗെയിമായിട്ട് കണ്ടിട്ടാണ് ഇതൊക്കെ അവിടെ ചെയ്യുന്നത്. പക്ഷേ
കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും എനിക്കറിയില്ല, എനിക്കിത് കണക്ട് ആയിട്ടില്ല. കാരണം കാണാൻ ഓക്കെയാണ്, ഒരു തുടക്കത്തിലൊക്കെ നല്ല രസം തോന്നിയിരുന്നു. പക്ഷെ അതേ രീതിയിൽ തന്നെ ഇയാൾ പോയിക്കൊണ്ടിരുന്ന, ഞാൻ മുൻപത്തെ റിവ്യൂസിൽ നമ്മൾ പറഞ്ഞതാണ്, മടുക്കും നമുക്ക്. പിന്നെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തുടങ്ങും. ഇത് അവിടെയുള്ള മുഴുവൻ കണ്ടസ്റ്റൻസും ഫീൽ ചെയ്യുന്നത് ഇപ്പം അതാണ്. അനീഷ് ഒരു പൊതു ശല്യമായിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ എല്ലാവരും ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അനീഷും അപ്പാനിയും തമ്മിലൊക്കെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ നടന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് അവർ പിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.